കണ്ടോ, ബഅത്തിനെ നിഷേധിക്കുക എന്നത്, അതായത് ഉയർത്തെഴുന്നേൽപ്പിനെ നിഷേധിക്കുന്നത് റബ്ബിനെ നിഷേധിക്കുന്നതിനോടൊപ്പം ഉണ്ടാകുന്ന കാര്യമാണ്. അള്ളാഹുവിന്റെ കഴിവും അവന്റെ അറിവും അവന്റെ വാക്കിലുള്ള സത്യസന്ധതയും നിഷേധിക്കാതെ ഒരിക്കലും തന്നെ ഈ നിഷേധം, അതായത് ഉയർത്തെഴുന്നേൽപ്പിനെ നിഷേധിക്കൽ പൂർത്തിയാവുകയില്ല. അപ്പൊ പരലോകത്തെ ഉയർത്തെഴുന്നേൽപ്പിനെ നിഷേധിച്ചത് കൊണ്ടാണ് അവർ അള്ളാഹുവിനെ നിഷേധിച്ചവരാണ് എന്നിവിടെ പറഞ്ഞത്. അല്ലാതെ അവർക്ക് അള്ളാഹു വിശ്വാസം ഉണ്ടായതിലാണോ, അള്ളാഹു റബ്ബാണെന്നോ പരമാധികാരിയാണെന്നോ അവർ വിശ്വസിച്ചിരുന്നില്ല എന്നോ അതിനർത്ഥമില്ല. അങ്ങനെ മുഫസ്സിരീങ്ങൾ ആരും പറഞ്ഞിട്ടുമില്ല. അമാനി പറഞ്ഞതും ആ അർത്ഥത്തിൽ തന്നെയാണ്. ഇനി സുഹൃത്തുക്കളെ, CP സലീമിനെ കുറിച്ച് ഇയാൾ വീണ്ടും പറയുന്നു, സൂര്യനില്ലെങ്കിൽ നമുക്ക് ഭക്ഷണമില്ല എന്നാണ് CP സലീം പറയുന്നത്. മഹാന്മാരില്ലെങ്കിൽ ഭക്ഷണമില്ല എന്ന് പറഞ്ഞാൽ എതിർക്കുന്നവർ ഇതാ സൂര്യനില്ലെങ്കിൽ ഭക്ഷണമില്ല എന്ന് പറയുന്നു എന്ന് പറഞ്ഞിട്ട് തെറ്റിദ്ധരിപ്പിക്കുന്ന രംഗം സ്ക്രീനിൽ നിങ്ങളൊന്ന് കണ്ടോളൂ. അവരല്ലേ പറയുന്നത് സൂര്യനില്ലെങ്കിൽ ഭക്ഷണമില്ല. സൂര്യൻ നല്ലതാണ്. സൂര്യൻ നമുക്ക് വെളിച്ചം നൽകുന്നു, സൂര്യൻ നമുക്ക് ഊർജം നൽകുന്നു. സൂര്യൻ ഇല്ലെങ്കിൽ ഈ ലോകത്ത് നമുക്ക് ഭക്ഷണമില്ല. സൂര്യൻ ഇല്ലെങ്കിൽ ഈ ലോകത്ത് നമുക്ക് ഭക്ഷണമില്ല കേട്ടോ. സൂര്യൻ ഇല്ലെങ്കിൽ നമുക്ക് ഭക്ഷണമില്ല. ഞാൻ ചോദിക്കട്ടെ, അള്ളാഹുവിന് ഭക്ഷണം തരാൻ സൂര്യൻ വേണോ? അള്ളാഹു നമുക്ക് ഭക്ഷണം തരാൻ അള്ളാഹുവിന് സൂര്യൻ വേണോ? ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. എന്ത് പറഞ്ഞാൽ ഇന്നാ ലില്ലാഹി ചൊല്ലിയിട്ട് വലിയ ഗൗരവമാണെന്ന് വരുത്തി തീർക്കാം. വാസ്തവത്തിൽ സുഹൃത്തുക്കളെ, അള്ളാഹു എല്ലാ കാര്യങ്ങളും ഇവിടെ വ്യവസ്ഥപ്പെടുത്തിയിട്ടുള്ളത് കാര്യകാരണ ബന്ധങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. ഇപ്പൊ മഴ പെയ്യുന്നതിനെ സംബന്ധിച്ച് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്, ഫഖറജ ബിഹി മിനത്തമറാത്തി റിസ്ഖൻ ലക്കും. ആകാശത്തവൻ വെള്ളമിറക്കി അത് മുഖേന അവൻ കായ്കനികളെ പുറത്തു കൊണ്ടുവന്നു, റിസ്ഖൻ ലക്കും, നിങ്ങൾക്കുള്ള ഭക്ഷണമായിട്ട്. ഇതിപ്പോ ഇതൊരാള് ആയത്തോതാതെ പറയുമ്പോ നോക്കൂ നിങ്ങള്, അള്ളാഹുക്ക് ഭക്ഷണം തരാൻ മഴ വേണോന്ന് ചോദിച്ചാൽ എന്താ ഇതിനർത്ഥം? ഇവിടെ അദ്ദേഹം പറഞ്ഞു സൂര്യൻ നമുക്ക് വെളിച്ചം തരുന്നുണ്ട്, ഊർജം തരുന്നുണ്ട്. ആ വെളിച്ചവും ഊർജവും കൊണ്ട് ഇവിടെ ചെടികൾ മുളക്കുന്നു, വിത്തുകൾ ഉണ്ടാകുന്നു, കായകൾ ഉണ്ടാകുന്നു. അതാണ് മനുഷ്യന് യഥാർത്ഥത്തിൽ ഭക്ഷണമായി ലഭിക്കുന്നത്. അപ്പൊ അള്ളാഹു നിശ്ചയിച്ച ഒരു കാരണമാണ് യഥാർത്ഥത്തിൽ സൂര്യൻ. ഈ അർത്ഥത്തിലേ അത് പറഞ്ഞിട്ടുള്ളൂ എന്നതിൽ യാതൊരു സംശയവുമില്ല. പക്ഷേ ഇത് പേരോടിനും അറിയാം. കാരണം എന്ന നിലക്കാണ് നമ്മൾ പറഞ്ഞത്. അതിന് മുമ്പ് ഒരു മുൻകൂർ ജാമ്യം എടുക്കണ്ടേ, അതൊന്ന് കേൾപ്പിച്ചോടിക്കും. എന്നാൽ ജനങ്ങളെ മോചനത്തിന് വേണ്ടി CD ഇറക്കുന്ന മൗലവി പറയുന്നു, സൂര്യൻ ഇല്ലെങ്കിൽ നമുക്ക് ഭക്ഷണം ഉണ്ടാവൂല പോൽ. സൂര്യൻ ഇല്ലെങ്കിൽ ഭക്ഷണം ഉണ്ടാവൂല പോൽ. അത് കേവലം ഒരു കാരണം എന്ന നിലക്ക് പറഞ്ഞതാണെങ്കിൽ സഹോദരന്മാരെ കുഴപ്പമില്ല. കണ്ടോ, കേവലം ഒരു കാരണം നിലക്ക് പറഞ്ഞാണെങ്കിൽ കുഴപ്പമില്ല. കാരണം എന്ന നിലക്ക് അല്ല ഞങ്ങൾ പറഞ്ഞു എന്നുള്ളത് എന്താ തെളിവുള്ളത്? ഇല്ലാത്ത വാദം ആരോപിച്ചിട്ട് ആശയദാരിദ്ര്യത്തിന്റെ പടുകുഴിയിൽ വീണ പേരോട് ജനങ്ങളെ മുമ്പിൽ പിടിച്ചു നിൽക്കാൻ വേണ്ടി ക്ലിപ്പുകൾ കൊണ്ട് കളിക്കുകയാണ്. വെറുതെ, ഞങ്ങൾ ആരും പറഞ്ഞിട്ടില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ച കാരണം എന്ന നിലക്ക് തന്നെ ആ സൂര്യനെ സംബന്ധിച്ച് വെളിച്ചം നൽകുന്നു, ഊർജം നൽകുന്നു എന്നൊക്കെ പറഞ്ഞ കാരണങ്ങളൊക്കെ വിശദീകരിച്ചിട്ടാ CP സലീം പറഞ്ഞത്. ഈ തരത്തിലുള്ള തെറ്റിദ്ധരിപ്പിക്കലാണ് സുഹൃത്തുക്കളെ. ഇതാണോ നിങ്ങളെ ഇന്തിഫാദ? ഇതാണോ നിങ്ങളെ ഇന്തിഫാദ? കള്ള ക്ലിപ്പുകൾ ഇട്ട് കള്ള ആരോപണം നടത്തി തക്ബീർ ചൊല്ലി ജയിക്കലാണോ നിങ്ങളെ ഇന്തിഫാദ? ഇത് ഇന്തിഫാദയല്ല, ഉയർത്തെഴുന്നേൽപ്പല്ല. ഇത് നിങ്ങളുടെ അധപ്പതനമാണ്, നിങ്ങളെ താഴോട്ടുള്ള പോക്കാണ് എന്ന് ഈ സന്ദർഭത്തിൽ ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. ഇനി സുഹൃത്തുക്കളെ, ശംസുദ്ദീൻ പാലത്തിന്റെ ജിന്നിനെ സംബന്ധിച്ച് അദ്ദേഹം പ്രസംഗിച്ച, അദ്ദേഹം പിൻവലിച്ച, തെറ്റായി അബദ്ധം സംഭവിച്ചു പോയി, ചില പണ്ഡിത അഭിപ്രായങ്ങൾ പറഞ്ഞു പോയതാണെന്ന് പറഞ്ഞ് പിൻവലിച്ച അദ്ദേഹത്തിന്റെ CD-യിലെ ക്ലിപ്പിട്ടിട്ട് പേരോട് പറയുന്നൊരു ഭാഗം നിങ്ങൾ കേട്ടോളൂ. അപ്പൊ വാഹന അപകടത്തിന് രക്ഷപ്പെടുന്ന ജിന്ന്, ആ ജിന്നിന്റെ അഡ്രസ് ഒന്ന് നമ്മളെ ഗതാഗത വകുപ്പ് മന്ത്രിക്ക് മൗലവിമാര് കൊടുത്താൽ എത്ര സൗകര്യമാണ്. സുബ്ഹാനല്ലാഹ്, എത്ര അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടു കിട്ടും. കണ്ടോ, ജിന്ന് മനുഷ്യനെ അപകടത്തിന് രക്ഷിക്കും എന്ന് ശംസുദ്ദീൻ പാലത്ത് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞു അങ്ങനെ ചില പണ്ഡിതന്മാർക്ക് അഭിപ്രായമുണ്ട്. എന്നാൽ മലക്കാണ് രക്ഷപ്പെടുത്തുന്ന ഇതേ പേരോട് ഈ പ്രസംഗത്തിൽ പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ സംരക്ഷണത്തിന് വേണ്ടി അള്ളാഹു മലക്കുകൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. കണ്ടോ, ആ മലക്കിന്റെ അഡ്രസ്സുകളൊന്ന് ഗതാഗത വകുപ്പിന് കൊടുക്കുവോ? എന്നാ ഗതാഗത വകുപ്പിന് കുറെ അപകടങ്ങളിൽ രക്ഷ കിട്ടുമല്ലോ. ഇതെല്ലാം പരിഹാസമാണ്. വാസ്തവത്തിൽ അദ്ദേഹം പറഞ്ഞു ഇങ്ങനെ ചില പണ്ഡിതന്മാർക്ക് അഭിപ്രായമുണ്ട്, പക്ഷെ ഖുർആൻ കൊണ്ടും സഹീഹായ ഹദീസ് കൊണ്ടും നല്ല ജിന്നിനെ കൊണ്ട് ഇങ്ങനെ ഒരു സഹായം കിട്ടുമെന്നത് തെളിയിക്കാൻ സാധിക്കാത്തതിനാൽ മുതിർന്ന പണ്ഡിതന്മാരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോൾ ഞാനത് തിരുത്തി. വിചിന്തനത്തിൽ അദ്ദേഹം പറഞ്ഞു, ആ CD പിൻവലിച്ചു. എന്തൊക്കെയാണ് തിരുത്തിയത് എന്ന് മടവൂരികൾ ഇങ്ങനെ വീണ്ടും വീണ്ടും
ഇവരോടൊപ്പം ചേർന്ന് ക്ലിപ്പിട്ട് നടന്നപ്പോൾ ഇന്നതൊക്കെയാണ് ഞാൻ തിരുത്തിയതെന്ന് 2007 ജൂലൈ മാസത്തിലെ ഇസ്ലാഹി മാസികയിൽ അദ്ദേഹം തുറന്നെഴുതി. എന്നാൽ ഈ തിരുത്തിയതിനെയും ഇയാൾ ഇപ്പോൾ കളിയാക്കുകയാണ്. അത് പറയുന്നത് കേട്ടോളൂ. ചില മൗലവിമാര് ഞങ്ങൾ ഇത് എടുത്തു കാണിക്കാൻ തുടങ്ങിയപ്പോ ഞങ്ങൾ തിരുത്തിയിട്ടുണ്ട്. അനുഭവം എങ്ങനെയാ തിരുത്തുക? അനുഭവം തിരുത്തിയാ പിന്നെ സ്വന്തം മക്കൾ തന്നെ ഉണ്ടാവൂ? അനുഭവം തിരുത്താൻ പറ്റുമോ? മൂപ്പർക്ക് അനുഭവം പറയുമ്പോ വേഗം മക്കളെ കാര്യം ഓർമ്മ വരുന്നത്. അതെന്തുകൊണ്ടാന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. അത് നിങ്ങൾ പേരോട് പോയിട്ട് സ്വകാര്യമായിട്ട് ചോദിച്ചാൽ മതി. എനിക്ക് അനുഭവം തിരുത്തുന്ന കാര്യം പറയുമ്പോൾ ഇങ്ങനെ മക്കൾ ഓർമ്മ വരുന്നേ എനിക്ക് മനസ്സിലായിട്ടില്ല. വാസ്തവത്തിൽ ശംസുദ്ദീൻ പാലത്ത് അനുഭവമല്ല തിരുത്തിയത്. അപകടങ്ങളിൽ നിന്ന് പലപ്പോഴും നമ്മൾ അത്ഭുതകരമായി രക്ഷപ്പെടാറുണ്ട്. അത് നമുക്ക് അനുഭവമാണ്. ആ രക്ഷപ്പെടുന്നത് മലക്കിനെ കൊണ്ടാണോ അല്ല നല്ല ജിന്നിനെ കൊണ്ടാണോ? ഇതാണ് നിഗമനം. നല്ല ജിന്നിനെ കൊണ്ടാണെന്ന നിഗമനം അദ്ദേഹം തിരുത്തി. ആ നിഗമനം തിരുത്തി, അല്ലാതെ അനുഭവം തിരുത്തിയിട്ടില്ല. ഇനി സുഹൃത്തുക്കളെ, ഇയാള് മറ്റൊരാളുടെ അനുഭവം തിരുത്തിയത് കേട്ടോളിങ്ങൾ. അതൊന്ന് കേട്ടോളി. നിങ്ങൾക്കറിയില്ലേ ഇവിടെ ചെക്കിയാട്ടറിയില്ലേ സദസ്സിന് ഇല്ലേ? ചെക്കിയാട്ടാര് പാറക്കടവ് ചെക്കിയാട് കള്ളത്തരീക്കത്തിൽ പോയി ഒരു പെണ്ണ് ഭർത്താവ്. എന്നിട്ടോ ഞാൻ അവിടെ പോയി പ്രസംഗിച്ചു. എന്താ ആ സ്ത്രീ പറഞ്ഞത്? ആ സ്ത്രീ പറഞ്ഞത് പേരോട് ഉസ്താദ് ഇടക്കിടക്ക് എന്റെ അടുത്ത് പേരല്ലുണ്ട്. പിന്നെ ആരാ വരുന്നത്? പിന്നെ തൈക്കണ്ടി ഉസ്താദ് വരുന്നത്. അവളെ ഭർത്താവും പറഞ്ഞത് തന്നെ. അവരെന്നോട് ചോദിച്ചു. ഞാൻ പോയിട്ടില്ല. പിന്നെ ബീവിയായിട്ട് രംഗത്ത് വന്നതാ. പിന്നെ തൈക്കണ്ടി ഉസ്താദും പോയിട്ടില്ല. അതേ സമയത്ത് പോയത് അവർ കാണുന്നു. അവര് വടകരണ്ട ഒരു തെരീക്കത്ത്, കള്ളത്തെരീക്കത്ത് ഒരു തങ്ങളെ അക്കള്ളത്തെരീക്കത്തിൽ പോയി കുടുങ്ങിയതാ. ഞാൻ അവിടെ പോയി വിശദീകരിച്ചു. സൂറത്തുൽ ജിന്ന് ഓതിയിട്ട് ജിന്നിന്റെ പ്രശ്നങ്ങൾ മുഴുവനും വിളിച്ച് വിശദീകരിച്ചു ഓതി ഞാൻ പ്രസംഗിച്ചു. ഭാര്യയും ഭർത്താവും വീട്ടിലിരുന്ന് കേട്ടു, പ്രസംഗം കേട്ടു. മുഴുവൻ കേട്ടപ്പോ ഞാൻ പറഞ്ഞു, ജിന്ന് അങ്ങനെ ഒക്കെ കളിക്കും. പേരോടിന്റെ കോലത്തിലും വരും, അതുപോലെ തന്നെ ചിലപ്പോ തൈക്കണ്ടി ഉസ്താദിന്റെ കോലത്തിലും വരും. അതിന് ഞാൻ തെളിവുകളും ഉദ്ധരിച്ചു. ഇബ്നു അബ്ബാസിന്റെ കോലത്തിൽ വന്നൊക്കെ തെളിവ് ഉദ്ധരിച്ചു. നേരം വെളുത്തപ്പോ ആ വീട്ടുകാര് പാനൂര് പോയി തങ്ങളിൽ തൗബ ചെയ്ത് തരീക്കത്ത് ഒഴിവാക്കി എന്നെ ടെലിഫോൺ ചെയ്ത് ചെക്കിയാട് മുണ്ടോളിപ്പള്ളിന്റെ കമ്മിറ്റിക്കാരും അദ്ദേഹവും കുറ്റ്യാടി വന്ന് അദ്ദേഹത്തിന് ശൈഖ് കൊടുത്ത പുസ്തകം എനിക്ക് തന്ന് ഞാൻ ഇനി പരിപാടിക്കില്ല എന്ന് പറഞ്ഞ് കള്ളത്തരീക്കത്ത് രാജിവെച്ച് ഇത് ചെക്കിയാട് നടന്നതാ. അപ്പോ മനുഷ്യരൂപത്തിൽ ജിന്ന് പ്രത്യക്ഷപ്പെടും. അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞ കള്ളത്തരീക്കത്താരോട് ശൈഖ് വലിയ കറാമത്താന്ന് വിചാരിച്ച് നടക്കണ്ട, ജിന്ന് വെച്ചിക്കാണ്. കണ്ടോ? ആ പെണ്ണിന്റെ അനുഭവമാണ് ഇയാൾ ചെല്ലലുണ്ട്. അപ്പൊ ആ പെണ്ണിന്റെ അനുഭവം ഇയാൾ തിരുത്തിയാണ്. ഇടക്കിടക്കിടക്ക് പേരോട് വരലുണ്ട് എന്നാണ് ആ പെണ്ണ് പറയണത്. ഇയാൾ പറയണത് ഞാൻ പോയിട്ടില്ല. അപ്പൊ മറ്റുള്ളവരുടെ അനുഭവം ഇയാൾ തിരുത്തുന്നത്. എന്നിട്ട് ഇയാൾ പറഞ്ഞെന്താ അറിയോ? ജിന്ന് എന്റെ കോലത്തിൽ പോയതായിരിക്കും, ജിന്ന് അങ്ങനെയൊക്കെ കളിക്കും, അത് പേരോടിന്റെ കോലത്തിലും പോകും എന്നൊക്കെ പറഞ്ഞിട്ട് ഇബ്നു തൈമിയ്യന്റെ ബുക്കൊക്കെ എടുത്തിട്ട് ജിന്ന് മനുഷ്യരൂപം പ്രാപിക്കും എന്നതിന് ഇയാൾ വലിയ തെളിവൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ മടവൂരികളുടെ 2 CD അങ്ങ് കിട്ടിയപ്പോ KNM-നെ ചീത്ത പറയാൻ വേണ്ടി മൂപ്പര് തക്കം പാർത്ത് നടക്കല്ല. അപ്പൊ മടവൂരികൾ എന്ന പുതിയ സംബന്ധക്കാർ കുറച്ച് CD കൊണ്ടേ കൊടുത്ത് ഇവിടെയും അതൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട്. മടവൂരികളെ CD കിട്ടിയ മൂപ്പര് അതൊക്കെ അങ്ങ് വിഴുങ്ങിയിട്ട് കൊണ്ടോട്ടിയിൽ വന്നിട്ട് ഞങ്ങളെ കുറ്റം പറഞ്ഞുകൊണ്ട് അയാൾ പ്രസംഗിക്കുന്നത് കേട്ടോളി. ഇപ്പൊ മൗലവിമാര് പറയുന്നു ശൈത്താൻ ഹാദിറാവൂന്ന് മാത്രല്ല, ചിലപ്പോ ശൈത്താന് മനുഷ്യന്റെ കോലം തന്നെ മാറ്റിയിട്ട് വേറൊരാളാക്കി മാറ്റും. ഇങ്ങനെ ശൈത്താന് ഭയങ്കര പവർ കൊടുത്തിരിക്കാൻ ഇപ്പൊ മൗലവിമാര്. ശൈത്താൻ ആളെ തന്നെ മാറ്റിക്കളിയും. കണ്ടോ? ഞാൻ ചോദിക്കട്ടെ, കൊണ്ടോട്ടിയിൽ വന്നിട്ട് നിങ്ങൾ കുറെ ജിന്നിന്റെ കാര്യം പറഞ്ഞിട്ട് മടവൂരികളെ ക്ലിപ്പിട്ടി ഞങ്ങളെ പരിഹസിച്ചല്ലോ. കരിമ്പിലാക്കൽ ലത്തീഫാണ് എനിക്ക് CD കൊടുന്നതെന്നൊക്കെ പ്രസംഗിച്ചല്ലോ. ഞാൻ ചോദിക്കട്ടെ, ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം എന്താ? ചെക്കിയാട് വന്നിട്ട് ആ പെണ്ണ് പറഞ്ഞു എന്റെ അടുത്ത് പേരോട് ഇടക്കിടക്ക് വരലുണ്ട്, അതിനെ ന്യായീകരിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞു അത് ഞാനല്ല, എന്റെ കോലത്തിൽ ജിന്ന് പോയതായിരിക്കുമെന്ന് പറഞ്ഞ് ന്യായീകരിച്ചു. എന്നാൽ അപ്പെണ്ണിന്റെ അനുഭവം കൂടി ഇയാൾ തിരുത്തിയിട്ട് അവസാനം ഇയാൾ വരെ CD കിട്ടിയപ്പോഴോ ഇയാൾ അതിനെ എതിർത്തു, കളിയാക്കി, പരിഹസിച്ചു. അപ്പോ ജിന്ന് മനുഷ്യരൂപത്തിൽ പോവൂല എന്നാണ് കൊണ്ടോട്ടിയിൽ വെച്ചോപ്പര് പറഞ്ഞത്. അപ്പൊ പിന്നെ പെണ്ണ് പറഞ്ഞല്ലേ ശരി? അപ്പൊ പോയതാരാ? മനുഷ്യരൂപത്തിൽ പോയത് എന്റെ പോലും രൂപത്തിൽ ജിന്ന് പോയതായിരിക്കും എന്ന് പറഞ്ഞേന് കൊണ്ടോട്ടി വെച്ചോപ്പര് നെസ്ഖ് ചെയ്ത് ദുർബലപ്പെടുത്തി. അപ്പൊ പോയത് പേരോടാണെന്ന് ഉറപ്പായി. അപ്പൊ പെണ്ണിന്റെ അനുഭവം തിരുത്താൻ നിൽക്കണ്ട, അത് പെണ്ണ് തിരുത്തിക്കോട്ടെ.
ഏതായിരുന്നാലും സുഹൃത്തുക്കളെ, ഈ രൂപത്തില് ഇയാള് മടവൂരികളെ ക്ലിപ്പ് കിട്ടിയപ്പോ എന്താ പറയേണ്ടതെന്നറിയാതെ പുതിയ സംബന്ധക്കാരെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി പിച്ചും പേയും പറയുകയാണ്.